കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. അപ്പോൾ ഇത്തവണത്തെ മാൻഡേറ്റ് എന്തായാലും അത് മോദിക്കുള്ള മാൻഡേറ്റ് ആണ്. നരേന്ദ്രമോദി എന്ന സിംഗിൾ മാൻ ഉള്ള മാൻഡേറ്റ് ആണ് ജൂൺ 4 വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? 240, 250 മുകളിലേക്ക് BJP പോയാൽ എന്റെ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ. ഞാൻ സംശയിക്കും. രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ വോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കണ്ടിട്ട് നിന്നോളണേ. ഇപ്പൊ തന്നെ ഇങ്ങനെ കരയല്ലേ, കരഞ്ഞ് കരഞ്ഞ് കരമനയാറ് നിറഞ്ഞു. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രളയം സംഭവിക്കും. അതുകൊണ്ട് നിർത്തി കരയും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നിങ്ങൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പില് എല്ലാ വൃത്തികേടുകളും കാണിക്കും. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മാത്രം വൃത്തികേട് കാണിക്കില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ പൊട്ടനല്ല. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പക്ഷേ സാങ്കേതിക തെളിയിക്കണം എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. ഫ്ലാഷ് ബാക്ക്. ഇതിനകം തന്നെ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക ചർച്ച ഇന്ത്യ ബ്ലോക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എടുക്കുക, എന്റെ കയ്യിൽ തരിക, എനിക്ക് വിശ്വാസമുള്ള ഒരു വിദഗ്ധന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ തെളിയിച്ചു തരാം. സുപ്രീം കോടതി തെളിയിച്ചല്ലോ. ഇല്ലെന്ന് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. അങ്ങാടി തോറ്റിന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നോക്ക്, അമേരിക്ക അടക്കമുള്ള, ജർമ്മനി അടക്കമുള്ള ഇന്ത്യയേക്കാൾ കൂടുതൽ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. CPM-ന്റെ മൂട്ടി താങ്ങുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുകൊണ്ട് CPM-ന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ചിഹ്നം മരപ്പെട്ടിയായി പോകാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണമല്ലോ. ഈ പറയുന്ന ട്രയോയുടെ ഒരു കോമ്പിനേഷൻ അത് നേരത്തെ തന്നെ അവർ വർക്കൗട്ട് ചെയ്യണമായിരുന്നു, പ്ലാൻ ചെയ്യണമായിരുന്നു. അല്ലാതെ ഒന്നാമത്തെ ഘട്ടം വിധി എഴുതിയതിന് ശേഷമല്ല. ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ. നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. ആ ഒരു ഇവോൾവ് ചെയ്ത് വരേണ്ടത് എപ്പോഴായിരുന്നു? 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ അന്ന് ഇന്ത്യ മുന്നണി ഫ്രീസറിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്ത് ആക്റ്റീവ് ആക്കണമായിരുന്നു. ചെറുതായിട്ടൊരു കനലെങ്കിലും ഒന്ന് ഊതിക്കൊടുക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു. അതുപോലും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. കേരളത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയുക. അതായത് ഇടത് ജയിച്ചാലും LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇന്ത്യ മുന്നണിയാണല്ലോ. രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? പിന്നെ വേറൊരു മാധ്യമ പ്രവർത്തകനുണ്ട്, തലയിൽ മുടിയില്ലാത്തൊരു മാധ്യമ പ്രവർത്തകൻ. നമ്മൾ അദ്ദേഹത്തെ അരുൺകുമാർ എന്ന് വിളിക്കും. പക്ഷെ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഡോക്ടർ ബിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത്. അരുൺകുമാർ ഞെട്ടി പൊട്ടിത്തെറിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഞെട്ടി പൊട്ടിത്തെറിച്ച അരുൺകുമാർ സ്വതസിദ്ധമായിട്ടൊരു ശൈലി ഉണ്ടല്ലോ. അതായത് ഈ അണ്ണാമൂത്താലും മരം കയറ്റം മറക്കില്ല. താമര ആ രീതിയിൽ വിരിയില്ലെങ്കിലും പൊതുവെ ഇന്ത്യയിൽ 350 കടക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. 6 ഏജൻസികളും മോദിയുടെ വിജയം പ്രവചിക്കുമ്പോൾ ഒരൊറ്റ ഏജൻസി പോലും ഇന്ത്യ മുന്നണിക്ക് 250 പോലും കിട്ടുമെന്ന് പ്രവചിക്കുന്നില്ല. 200 ആകെ പ്രവചിക്കുന്നത് ദൈനിക് ഭാസ്കറിന്റെ ഏജൻസി മാത്രമാണ്. അങ്ങനെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ ഇരിക്കുന്നു. ഈ ഇരിപ്പ് കാണണം. ശോകമൂഹോ എന്ന്. കല്യാണ വീട്ടിലെങ്കിലും 2-3 പിള്ളേരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 2 കളിയും ചിരിയും. എന്തൊക്കെ ബഹളമായിരുന്നു. വിധി അല്ലാതെ എന്ത് പറയാനാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. പക്ഷെ ഇതതുപോലുമില്ലായിരുന്നു എന്നാണ് ഇന്നലത്തെ യുവന്മാരുടെ മൊത്തത്തിലുള്ള കിളി പോയത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? പിന്നെ വേറൊരാളുണ്ട്, അളയാ ആ ഫോട്ടോ വന്നിട്ട് അവന്റെ ഇരിപ്പ് കണ്ട എന്റെ പൊന്നോ, എനിക്കത് കണ്ടാ മതി. ഉണ്ണി ബാലേഷ് അണ്ണൻ കേരളത്തിലെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ജേർണലിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അണ്ണന്റെ പല വിലയിരുത്തലുകളും കാണണം. വിലയിരുത്തലുകളാണ് അണ്ണൻ നടത്തുന്നത്. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ ദിവസം വന്നപ്പോ അണ്ണന്റെ കിളിക്കൂടും തത്തിപ്പോയി എന്നുള്ളതാണ്. ഉണ്ണി ബാലകൃഷ്ണൻ അണ്ണന്റെ ഖണ്ഡകാവ്യങ്ങളിൽ പ്രശസ്തമായിട്ടുള്ളൊരു ഖണ്ഡകാവ്യമായിരുന്നു ഈ ഖണ്ഡകാവ്യം. കണ്ട തമ്പനയിൽ കണ്ട മീറ്റ് എഡിറ്റേഴ്സിൽ അണ്ണൻ പറയുന്നതാണ്,
വാങ്ങിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. അതന്നത്തെ ചോരത്തിളപ്പിന്. അണ്ണൻ ഇങ്ങനെ വിലയിരുത്തി അവസാനം ഇന്നലെ എക്സിറ്റ് പോൾ വന്നപ്പോൾ അണ്ണന്റെ വില മൊത്തം ഇടിഞ്ഞു പോണ കാഴ്ചയാണ് കണ്ടത്. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇനി ചെറിയ ഓൺ കേക്കാണ്, ഐസിങ്ങും ചെറിയ വെച്ചുള്ള ഡെക്കറേഷനും മാത്രമേ ആ കേക്ക് റെഡിയാണ്. ആ കേക്ക് ആരുടേതാണ് എന്നുള്ളതും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഓടാ പട്ടി, വേണ്ടായിരുന്നു.